നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനില്ലേ കുറച്ച് സാരികളെ കാണിക്കുന്നത്. നല്ല സാരീസ് അതിനകത്ത് റീസ്റ്റോക്ക് സാരി ഉണ്ട്, എന്നാലും പുതിയ സാരീസാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ മൽച്ചന്തേരി ഫാബ്രിക്കിൽ ഒരു കാന്താ വർക്ക് വന്ന സാരി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നല്ല എൻക്വയറി ഓർഡർ എല്ലാം ആയിരുന്നു, ഭയങ്കര ആവശ്യക്കാരായിരുന്നു. പക്ഷേ നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളായിരുന്നേ. അത് ഫസ്റ്റ് ടൈം വരുന്നതല്ലേ, കാരണം അത് അങ്ങനെ ആയതുകൊണ്ട് ഇനി ഞാൻ ഓർത്ത് ആ സെയിം ഡിസൈൻ തന്നെ ഇനി കൊണ്ടുവരണ്ട. സെയിം ഡിസൈൻ കിട്ടുകയല്ല, എന്നാലും സെയിം ഡിസൈൻ തന്നെ കൊണ്ടുവരുന്ന. ഡിസൈൻ പാറ്റേണിൽ ഒരു ചെറിയ വ്യത്യാസം. ഇതും അതുപോലെ തന്നെ ഭയങ്കര രസമാണ്. ഡിസൈൻ അതിനിങ്ങനെ ലഹരിയ ഡിസൈൻ ആയിരുന്നേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു കണ്ടോ, ഇങ്ങനെയുള്ളൊരു ഡിസൈൻ. ഇത് കാന്താ വർക്കാണ്, ഫുൾ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും അതിൽ പോയി പിടിച്ച് ഇതില്ലേ വീഡിയോയ്ക്ക് അത് കാണുമ്പം ഇച്ചിരി വെളുത്തായിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, പക്ക സാൻഡൽ ഷെയ്ഡാണ് കേട്ടോ, ചന്ദന കളറാണ്, പക്ക ചന്ദന കളറാണ്. അതിൽ ഈ ഒരു ഇത് വരുന്നു. ഇതിപ്പോൾ ബോഡിയുടെ പോർഷനായി കാണിക്കുന്നത്. ബോർഡർ വരുമ്പോൾ ഇത് കണ്ടോ, നല്ല ഫങ്ഷൻ വെയർ സാരിയാണ്. നല്ല വെറൈറ്റി ഡിസൈൻസിൽ വെറൈറ്റി ബുട്ടിക്ക് ഐറ്റം ഒക്കെ എടുക്കുന്ന, ഡിസൈനർ ഐറ്റം ഒക്കെ എടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ഡിസൈൻ വ്യത്യാസത്തിലാണ് അന്ന് കാണിച്ചത് കേട്ടോ. ഇത് സാരി ഇങ്ങനെ തന്നെ, ഇത് കണ്ടോ, ഈ പാർട്ടാണ് മുന്താണി കണ്ടോ. മുന്താണിയുടെ അറ്റത്ത് വരുമ്പോൾ ഈ ഒരു ടാസിലും വരും, എന്നിട്ട് ഇങ്ങനെ ഒരു കാന്താവർക്ക് വരും. കാന്താവർക്കിൻ്റെ സാരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഒരു കാലത്തും അതിൻ്റെ ഒരു ആൾക്കാരുടെ ഇഷ്ടം പോലെ ഭയങ്കര ഭംഗി. അത് ഒരു സമയം എടുത്താൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഒത്തിരി. കാരണം ഇത് ഇത്രയും ഹാൻഡ് വർക്കായിട്ട് ചെയ്യുന്നെങ്കിലേ. ബ്ലൗസ് വന്നിട്ട് പ്ലെയിന്, പക്ഷേ കയ്യിൽ ഈ ഒരു ബോർഡർ ഉണ്ട് കണ്ടോ. ഇത് ബോർഡർ ഉണ്ട് കയ്യിൽ, ബ്ലൗസിൽ. ഇതാ നല്ല വശം, തിരിച്ച് കാണിക്കുക. ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട്. ബോഡി ഫുള്ള് ഇങ്ങനെ ഈ ഒരു വർക്ക് നല്ല രസമാണ്. പിന്നെ ഉണ്ടല്ലോ, മൽച്ചന്തേരിയാണ് ഫാബ്രിക്. ഒരു കുഞ്ഞി, അതായത് ഒരു ഒട്ടും എന്ന് പറയും, സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സിൽക്കിന് തോന്നുന്നൊരു, അതായത് ഒരു വില കൂടിയ ഐറ്റത്തിന് തോന്നുന്നൊരു ഗ്ലോ ഇല്ലേ, അതുണ്ട്. അല്ലാതെ ഓവറായിട്ടുള്ള ഗ്ലോ ഇല്ല. ഭയങ്കര തിളക്കമുള്ള സാരിയല്ല. മൽച്ചന്തേരി അറിയാലോ, അതിൻ്റെ വേറൊരു കളറ്. ഇതിൻ്റെ കളറ് ചോദിച്ചാൽ ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന ഒരു കളറാണ്. നല്ലൊരു പേസ്റ്റൽ കളറാണ് കേട്ടോ. സാരി വ്യത്യാസമൊന്നുമില്ല, ബാക്കി മുമ്പേ കാണിച്ച പോലെ തന്നെ ഇത് വരും. മുന്താണി ഇത് കറക്റ്റ് കളറാണ് വരുന്നത്. ഇവിടുത്തേലുണ്ടല്ലോ ഈ ഒരു കണ്ടോ, ഈ ഒരു പൂക്കളുടെ ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നൊക്കെ കാണാൻ നല്ല ഭംഗി. അതുപോലെ തന്നെ ടാസിലാണെങ്കിൽ പോലും നോക്ക്, ഈ ഒരു ഡിസൈൻ്റെ കളറിൽ ഇപ്പം ഇതിലെ മൂന്ന് നൂലാണ് പോയേക്കുന്നത്. ആ 3 നൂലിൻ്റെ ഇതിലാണ് ടാസിൽ പോലും കൊടുത്തിരിക്കുന്നത്. ഒട്ടും പിശുക്കാതെ നല്ല എത്ര ഭംഗിയാക്കാവോ അത്രയും ഭംഗിയാക്കി തന്നെ ചെയ്തിരിക്കുന്ന. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് കയ്യിലാക്കാന്തവർക്ക്. ഇതാ പിസ്ത ഗ്രീൻ. 3 കളറ് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതാ ഈ കളറുകൾക്കെല്ലാം ഭയങ്കര ആവശ്യക്കാരാണ്. പിസ്ത ഗ്രീനൊക്കെ നല്ല രസം കേട്ടോ, ഭയങ്കര ഒരു എന്നാ പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും കാണിച്ചാൽ മതിയില്ലേ, പിസ്ത ഗ്രീൻ എന്ന് വെച്ചാൽ കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസപ്പെടുന്നത്. ഇത് കാണിച്ചു ഇനിയില്ലേ, എല്ലാ ദിവസവും സാരി കാണിക്കുമ്പം ഒരു ക്രീം ഷെയ്ഡിലുള്ള സാരി കാണിച്ചാലേ എനിക്ക് സമാധാനമാകത്തില്ല. അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നതെന്ന് എൻ്റെ തോന്നൽ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് ക്രീമേ വന്ന് നിൽക്കും. ക്രീമേ കോൺട്രാസ്റ്റ് വരുന്നതിനോട് എനിക്ക് എന്തുകൊണ്ടോ ഭയങ്കര ഇഷ്ടം. അത്രയ്ക്ക് അതിനുള്ള ഒരു ലുക്കില്ലേ, അതൊരു ഭയങ്കര ലുക്കാണെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. നിങ്ങളുടെയൊക്കെ കണ്ടുപിടുത്തം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും എൻ്റെ കണ്ടുപിടുത്തം തെറ്റാൻ ഞാൻ സമ്മതിക്കും. ഞാൻ വാശി പിടിക്കാൻ പറ്റത്തില്ല. സമ്മതിച്ചോ? എൻ്റെ കണ്ടുപിടുത്തം തെറ്റല്ല, എൻ്റെ കണ്ടുപിടുത്തങ്ങളൊന്നും തെറ്റില്ല. ഇത് കണ്ടോ, ഇതേ പിന്നെ ബോർഡർ നോക്കുക. ഇതാണ് ബോർഡർ വരുന്നത് കേട്ടോ. എംബ്രോയ്ഡറി വർക്കാണ്, മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ മെറ്റീരിയൽ നമ്മുടെ മഡ്ക ടസർ. ഇപ്പം എല്ലാവരും മേടിക്കുന്ന ഒരു മെറ്റീരിയലാണ് മഡ്ക ടസർ. അതെന്നാന്ന് ചോദിച്ചാൽ നല്ല ടസറിൻ്റെ ഫീലാണ്. ടസറിൻ്റെ തനി റെപ്ലിക്കാന്ന് പറയാം. അതുപോലെ തന്നെ ഭയങ്കര നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പക്ഷേ ടസർ കൊടുത്ത ഒരു ലുക്കും കാര്യങ്ങളും എല്ലാം കിട്ടുകയും ചെയ്യും. അത്രയും തന്നെ കെയർഫുൾ ആവുകയും വേണ്ട. ടസർ സൂക്ഷിക്കുന്ന പോലെ, കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ വെച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഇത് ഉണ്ട് ഫുള്ള് ബോഡിയെ ഫുള്ള് ഈ ഒരു വർക്ക്. നല്ല സാരിയാണ്, ബഡ്ജറ്റ് റേറ്റിലുള്ള സാരിയാണ്. പിന്നെ മേളിൽ ഈ ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് ഫുള്ള്. താഴെ മാത്രം ബോർഡർ. മുന്താണി പറഞ്ഞിട്ട് അങ്ങനെയില്ല. മുന്താണിക്ക് ഇങ്ങനെ ഇതന്നെ ഇപ്പോൾ വരുന്ന എല്ലാം അങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ.
ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ അല്ലേ? അതെ, പ്ലെയിൻ. ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ബുട്ടായും എല്ലാം കൂടെ നല്ലൊരു ഭയങ്കര റേറ്റുള്ള സാരിയുടെ ഒരു ഭയങ്കര എന്ന് പറഞ്ഞാൽ 10,000 റേറ്റ് തോന്നത്തില്ല, എന്നാലും അത്യാവശ്യം ഇതിൻ്റെ ഡബിൾ റേറ്റ് തോന്നിക്കുന്ന ഒരു ഫീല് തോന്നിക്കും. ചുമ്മാ പറയുന്നല്ല കേട്ടോ, എൻ്റെ നോട്ടാണ്. ഇനി അല്ലെങ്കിൽ പറഞ്ഞു കേട്ടോ, പറയണ്ട. എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, ചുമ്മാ പറഞ്ഞ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ക്രീമിൻ്റെ അടുത്ത് ഇത് തന്നെ വേറൊരു സാരി, സെയിം ബോർഡറിൽ മാത്രം വ്യത്യാസം, സെയിം സാരി തന്നെ. ബോർഡർ ഇത് വരുമ്പോൾ അത് വരുമ്പോൾ വേറൊരു ടൈപ്പ് ബോർഡർ, ഇത് വരുമ്പോൾ വേറൊരു ടൈപ്പ് ബോർഡർ. കണ്ടോ, ഇതാണ് പീച്ചും ഒനിയൻ പിങ്കും കൂടെ മിക്സ് ആയിട്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക ബോർഡറിൽ. അതും അതുപോലെ തന്നെ ഒരു വശത്ത് മാത്രമേ ഉള്ളൂ ബോർഡർ, ബോഡി ഫുള്ള് ആ ഒരു വർക്ക്. നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം അല്ലേ ഇതൊക്കെ, എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് ഞാൻ പറഞ്ഞിട്ട് ഏത് ഒക്കേഷനിലും നമുക്കിടാൻ പറ്റുന്ന ടൈപ്പ് സാരിയാണ്. കല്യാണമാട്ടെ എവിടെ ആട്ടെ, ഞാൻ നെഗറ്റീവായിട്ടുള്ള ഒക്കേഷൻ പറയുന്നില്ല, ഏത് ഒക്കേഷനിലും നമുക്കിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ പള്ളിയിൽ പോണേലും അമ്പലത്തിൽ പോണേലും മാമോദീസയ്ക്ക് പോകണമെങ്കിലും ആദികുർബാനയ്ക്ക് പോകണമെങ്കിലും ഡെയിലി ചർച്ചിൽ കുർബാനയ്ക്ക് പോകണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇടാം. പിന്നെ പോകുമ്പോൾ നമ്മൾ അതിന് ചേരുന്ന ഒരു ആക്സസറിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക. സിമ്പിൾ അല്ലാതെ ആകുമ്പോൾ ഒരു പേളുമാലയൊക്കെ കൂടി ഇട്ടാണ് അടിപൊളിയായിരിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നിട്ട് വേണോ അറിയാനല്ലേ? വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇത് റീസ്റ്റോക്ക് സാരിയാ. ഈ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതിൻ്റെ ഇച്ചിരി അത് തന്നെയാണ് സാരി. കണ്ടോ, ഈ സാരി ഇത് വീഡിയോ കാണിച്ച അന്ന് വൈകിട്ട് തന്നെ ഫുള്ളാ തീർന്നു പോയി. അത്രയ്ക്ക് നല്ല ഇതാ, നല്ല മസ്റ്റാർഡ് യെല്ലോ എന്ന് പറഞ്ഞാൽ ഈ അടയ്ക്കാട കളറില്ലേ, തനി അടയ്ക്കാട കളർ എന്ന് പറഞ്ഞാൽ എന്തോരം പഴുത്ത അടയ്ക്കാന്നൊക്കെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു നല്ല കളർ കേട്ടോ. ഒരു നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ, അതിൻ്റെ അറ്റത്ത് ഈ ചില്ലി റെഡ്. ജൂട്ടാണ് മെറ്റീരിയൽ. ജൂട്ടിൻ്റെ വില കൂടിയ ഐറ്റമാണ്. ജൂട്ടിൻ്റെ കുറഞ്ഞതല്ല, ജൂട്ടിൻ്റെ കൂടിയ ഐറ്റം. ഇത് താഴത്തെ ബോർഡർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബനാറസി ബോർഡർ, മുകളിലത്തെ ബോർഡർ വരുമ്പോൾ ഇത് ഇങ്ങനെ വരും. ബോഡി ഫുള്ള് ഇങ്ങനെ നല്ല ഭംഗിയായി. ഇത് കിട്ടിയവർ നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ മുന്താണി വരുന്ന ഇതിൻ്റെ മെറ്റീരിയലിൽ നല്ല വ്യത്യാസമുള്ള, അതായത് ജൂട്ടിൻ്റെ കുറഞ്ഞ ഐറ്റം ഇറങ്ങുന്നുണ്ട്. ഇതല്ല, ഇത് തനി സിൽക്കി ജൂട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നെയാണ്. അതിന് കളറിലൊരു ചെറിയൊരു കുഞ്ഞിക്ക വേരിയേഷൻ ഉണ്ടായിരുന്നു. ആ വ്യത്യാസം മാത്രമേ ഇന്ന് ഉള്ളൂ. പിന്നെ ഇനി നമ്മുടെ മൽച്ചന്തേരി ഫാബ്രിക് വരുന്ന സോറി മൽച്ചന്തേരി എന്ന് എപ്പോഴും മനസ്സിൽ വരുന്നത് എന്നാ, ഇപ്പം ഈ മൽച്ചന്തേരിയുടെ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞ് സെമി ടസർ ഫാബ്രിക് വരുന്ന ഇതാ ഒരു നല്ല ഒരു ഹാൻഡ് വർക്കല്ല, എംബ്രോയ്ഡറി വർക്ക് ചെയ്ത. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാരിയെ പറ്റി ചിന്തിക്കാൻ പോയി, അത് അതിൻ്റെ കാര്യങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് മുന്താണി വരുന്നത് കേട്ടോ. മുന്താണിയുടെ പോർഷൻ ഇത് നല്ല കൂടിയ നല്ല റേറ്റുള്ള സാരി ഫീൽ ചെയ്യും. നല്ല ടസറിൻ്റെ സാരി എടുത്ത ഫീല് ഉണ്ടാകും. ഇത് കണ്ടോ, ഇവിടെ വരുന്നിട്ട് കോപ്പർ വീവിങ് വരുന്ന ബോർഡർ, ബോഡി ഫുള്ള് ഇങ്ങനെ ഈ ഒരു ലഹരിയ ഡിസൈൻ പോലെ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കൂടെ ഒരു സ്ക്വയർ ഡിസൈൻ ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കും. ഇത് കണ്ടോ, ബോഡി ഫുള്ളുണ്ട് ആ ഒരു ഡിസൈൻ. ഇത് കണ്ടോ, ഇങ്ങനെ ഫുള്ള് ആ ഡിസൈനാണ്. ഡിസൈൻ കാണിക്കാൻ വന്നപ്പോൾ ഞാൻ വലിച്ചോണ്ട് പോയിന്നല്ലേ, അകത്തും പുറത്തും ഉണ്ടെന്ന് കാണിക്കാൻ പോയതാണ്. ബ്ലൗസ് വരുമ്പം പ്ലെയിൻ വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ വരും, ബോർഡർ വരും. ഇതാ നല്ല വശം കേട്ടോ. ഇതിപ്പം മസ്റ്റാർഡ് യെല്ലോ. ഈ യെല്ലോയുടെ ആരാധകരുടെ കാരണം ഞാൻ ഇപ്പം ഏത് സാധനം എടുക്കുമ്പോഴും യെല്ലോ കണ്ട ഇട്ടേരെ അല്ലെങ്കിൽ വിട്ടേരെ അഴിച്ചേരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഏതൊക്കെ സാരി കാണിച്ചാലും ആദ്യം പോകുന്നത് യെല്ലോ കളറാണ്. പേസ്റ്റൽ ഗ്രേ നല്ല സാരി കേട്ടോ.
നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. മീൻസ് ഇങ്ങനത്തെ സാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, മീൻസ് പട്ട് സാരി ഇച്ചിരി ഗ്രാൻഡ് ആയിരിക്കണം, പക്ഷേ ഈ ഒരു ബുട്ടീക്ക് സ്റ്റൈലിലൊക്കെയുള്ള സാധനം വേണമെന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതാണ്. ഇതിൻ്റെ ഡിസൈൻ വേറൊരു ഡിസൈൻ കേട്ടോ. ഇതിൻ്റെ ബോഡിയെ നോക്ക്. ഈ ഒരു ഡിസൈനൊക്കെ നല്ല ഇതായിട്ട് ചെയ്തിരിക്കുന്ന കോപ്പർ ഡിസൈന് ഇതാ ചെയ്തിരിക്കുന്നത്, എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ, ആ ഒരു കോപ്പർ ഇത്ര നിറച്ചും ബോഡിയിലും മുന്താണിയിലും ആ കോപ്പർ വീവിങ് ഡിസൈൻ പോയിരിക്കുന്ന നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വരും. എൻ്റെ ഷോളും സാരിയും എല്ലാം കൂടെ അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. നല്ലതാണോ? ചുമ്മാ പറയുന്നതാണോ? എൻ്റെ നോട്ടത്തിൽ നല്ലതാണ്. നല്ലതാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അടുത്തത് ഈ ഡിസൈൻ മറ്റേ കളർ ചോദിക്കരുത്. ഈ ഡിസൈൻ ഈ കളർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പല ഡിസൈനിൽ പല കളറ്, മെറ്റീരിയൽ, റേറ്റ്, കാര്യങ്ങളെല്ലാം സെയിം, ഡിസൈൻ മാത്രം വ്യത്യാസം. ഇത് ഓൾ ഓവർ ബോഡി ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ട് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു സാൻഡൽ, ഈ ഒരു കാക്കി കളറിൻ്റെ ഒരു ലൈറ്റ് സാൻഡൽ കളർ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല കളർ കേട്ടോ, നല്ല പേസ്റ്റൽ കളറ്. ഇതൊക്കെ ഞാനൊക്കെയാണ് പറഞ്ഞില്ല, ഞാൻ ചില കളർ കാണുമ്പോൾ ഞാൻ പറയും, എല്ലാവരും ഓർക്കും നമുക്ക് ഈ കളർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അഴുക്കാണ് ഇങ്ങനെ, പക്ഷേ ഈ കളറുകളൊക്കെയാണ് എടുപ്പ് തോന്നിക്കുന്നത്. നമുക്ക് കളർ തോന്നിക്കുന്നതും ഏത് പ്രായത്തിലുള്ളവർക്കും എല്ലാവർക്കും നല്ല ഇതായിട്ട് തോന്നിക്കുന്നതുമായിട്ടുള്ള ഒരു കളറായത്. കളറും സാരിയാണ്, സെമി ടെസറാണ് സ്റ്റഫ്. ഇങ്ങനെ ഒരു കോപ്പർ ബോഡി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഫങ്ഷന് നല്ല ഗ്രാൻഡായിട്ട് ഇടാം, നല്ല ഭംഗിയാണ്. മുന്താണി വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ. ഇതിൻ്റെ ബോഡി ഫുള്ള് കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇതാ ഇതിൻ്റെ ബോഡി ഫുള്ള്. ഈ ഒരു സാരി, ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരത്തില്ല, നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നതാ. ക്രേപ്പ് ജോർജറ്റ്, അടിപൊളിയാണ്. നമ്മൾ ക്രേപ്പ് ജോർജറ്റിൻ്റെ പല സ്റ്റഫ് ഇറങ്ങുന്നുണ്ട്, കൂടിയതും കുറഞ്ഞതും, മിഡിൽ മീൻസ് മീഡിയം ഏജ്. ധൃതി അങ്ങോട്ട് കൂടിപ്പോയിട്ടേ എനിക്ക് ഇന്ന് 2 വീഡിയോയും കൂടെ എടുത്ത് തീർക്കണം എന്നുള്ളത് എൻ്റെ ടാസ്ക്. ഞാൻ പറഞ്ഞില്ല, അടുത്ത ദിവസം ഞാൻ ബാംഗ്ലൂർക്ക് പോകും. അപ്പോൾ അതിന് മുന്നേ വീഡിയോ എടുത്ത് ഞാൻ വിചാരിച്ചു 2 ദിവസങ്ങളിലൊന്നും വീഡിയോ ആക്കാൻ പറ്റത്തില്ലെന്ന്. അതുപോലെ വിഷമിച്ചു. എന്നാണെങ്കിലും എടുത്തിട്ട് പോകുള്ളൂ തീരുമാനിച്ചു. അത് ദൈവം അനുഗ്രഹിച്ചു എന്നാ വിശ്വാസം. ഇനി ഒരു വീഡിയോ കൂടെ എടുക്കണം. അതാ ഈ എക്സ്പ്രസ് ഹൈവേ പോകുന്ന പോലെ പോകുന്നത്. ഇത് കണ്ടോ, നല്ല ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ക്രേപ്പ് ജോർജറ്റിൻ്റെ തന്നെ പല സ്റ്റഫ് ഇറങ്ങും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഫാണ്. എൻ്റെ പൊന്നി, എൻ്റെ സാരി ഇത് ഉടുത്ത് കഴിഞ്ഞാൽ ഒരു പടം കാണിക്കാം. ഞാൻ ഉടുത്ത് കാണിക്കണമെന്നാണ് ഞാൻ ഒന്നും മനസ്സിലായില്ല. എന്നാ ഭംഗിയാന്ന് നോക്ക്. നല്ല ഒതുങ്ങി ശരീരത്തോട്ട് നല്ല ചേർന്ന് ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുക. ഇനി നോക്ക്, ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ്. മുന്താണി കണ്ടോ, രസം നോക്ക്. നിങ്ങൾക്കൊരു വെറൈറ്റി ഫങ്ഷൻ ലുക്കിൽ പോകാം. ഒരു കറുത്ത അല്ലെങ്കിൽ ഡാർക്ക് മെറൂൺ കളറുള്ള പേളുമാലയും അതിന് ചേരുന്ന ഒരു കമ്മലും ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു എന്നാ പറയുന്ന ഒരു ആൻറ്റിക് ലുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഇവിടുത്തെ കളറില്ലേ ഒരു മെഹന്തി കളറാണ്, ഒരു എന്നാ പറയുക ആൻറ്റിക് സെറിയാണ് ഇതിൻ്റെ മുന്താണിക്കും ഇതിന് കൊടുത്തിരിക്കുന്നത്, ബോർഡറിനും കൊടുത്തിരിക്കുന്നത്. കണ്ടോ എന്നാ സോഫ്റ്റ് നോക്ക്, ഭയങ്കര സോഫ്റ്റാണ്. എനിക്കൊന്ന് ശരീരത്തൊക്കെ ഇട്ട് കാണിക്കണം വലിയ ആശയാണ്. ആന കൊടുത്താലും എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലതുണ്ട്. നല്ല രസം കേട്ടോ. ഈ ചുങ്കിടിപ്രിന്റ് നമ്മൾ ഒത്തിരി കാണുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു പ്രത്യേക ഭംഗിയാണ് അതിന്. ആ ഒരു സ്റ്റഫ് നിങ്ങളുടെ കൈ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ബ്ലൗസ് വന്നിട്ട് ബ്ലാക്ക് തന്നെ പ്ലെയിൻ, എന്നിട്ട് ഇങ്ങനെ തന്നെയാണ് ബോർഡർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിലും ബ്ലൗസ് വെക്കാം. പിന്നെ അത് വേണ്ട എങ്കിൽ റെഡ് ബ്ലൗസ് വാങ്ങിച്ച് ഇടാം. ഇനി അതിൻ്റെ തന്നെ വൈൻ കളർ, സെയിം തന്നെ വൈൻ കളർ.
അപ്പോൾ അതിന് വരുമ്പോൾ ഇവിടുത്തെ പ്രിൻറ്റിന് വൈറ്റ് ഷെയ്ഡാണ്. മുന്താണി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ മുന്താണി കണ്ടോ കോപ്പർ മുന്താണി. ഇതിനെ മറ്റേതിന് മെഹന്തി ആയിരുന്നു. മെഹന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കോപ്പർ അല്ലെങ്കിൽ മെഹന്തി കളറാണ്, പക്ഷേ ഓരോ കളറേ വരുമ്പോൾ വ്യത്യാസം വരും. ഇതിനും ബ്രൗണേ വരുമ്പോൾ ഈ ഒരു ബ്രൗണിൻ്റെ ഫീല് കിട്ടും, അതേ ഉള്ളൂ വ്യത്യാസം. ബ്ലൗസും മറ്റേ മുമ്പേ കാണിച്ചില്ലേ അതുപോലെ തന്നെ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഈ കട്ടിയല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.